ജെൻസിയെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണെന്ന് പല ഓർഗനൈസേഷണൽ ലീഡേഴ്സ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ജെൻസിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന സമുദായമെല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. പല ചിന്തകരും പറയുന്നത് ദേ ആർ നോട്ട് ഡിഫിക്കൾട്ട്, ദേ ആർ ഡിഫറൻറ്റ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാര്യപ്രസക്തമായ മാറ്റങ്ങളൊന്നും അധ്യാപന ശൈലിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ലീഡർ എന്ന നിലയിൽ അതൊരു പ്രധാനപ്പെട്ട ഉത്തരമായിട്ട് ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപക സമൂഹവും ചിന്തിക്കുന്നുണ്ടാകും. കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ആ പഠനരീതികൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ പല കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും ഈവൻ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് പോലും ആ രീതിയിലായിരിക്കും ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്. നാം ശരിക്കും ഒരു ഡിഫറൻ്റായി മാറേണ്ടത് ആവശ്യമല്ലേ? നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ, നമ്മുടെ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു പുതിയ രീതിയിൽ അല്ലെങ്കിൽ ജെൻസിയെ സപ്പോർട്ട് ചെയ്യുന്നോ എന്തെങ്കിലും ആകട്ടെ, പക്ഷേ വലിയ സമൂഹം ഇനി ഉണ്ടാകാൻ പോകുന്നത് മാറിയ തലമുറയാണ്. ടെക്നോളജി ഉപയോഗിക്കുന്ന, എസ്പെഷ്യലി കുറഞ്ഞ സ്പാൻ ഓഫ് അറ്റൻഷനേ അവർക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം, റീൽ, ഷോർട്സ് ഇതെല്ലാം കണ്ട് കുറച്ച് നേരം മാത്രമേ ക്ലാസ്സുകളിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ഫോക്കസ് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയാണ് ആ ഒരു പെഡഗോജിയെ നിയന്ത്രിക്കുന്നതും ഒപ്പം തന്നെ അത്തരം ഒരു പുതിയ ടാലൻറ്റ് പൂളിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്? ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ പുതിയ ദറ്റ് ഈസ് വർക്ക് സ്പേസുകളിലൊക്കെ ഞങ്ങളെല്ലാം തന്നെ പലരും ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഏരിയ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് ഏരിയ മീൻസ് അവിടെ കളിക്കാം, വായിക്കാം, കൂട്ടുകൂടിയിരിക്കാം, കോഫി കഴിക്കാം. അപ്പോൾ എന്ന് പറയുന്നത് കാരണം ഇവർക്ക് കണ്ടിന്യൂസ് സ്പാനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്ത ഒരു ക്ലാസ്സിൽ 20 മിനിറ്റ് കൂടുതൽ കുട്ടികൾ ഇരിക്കില്ല. അത് കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ് ആവും. തീർച്ചയായും അവർ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്, മൈൻഡ് സെറ്റ്. എന്നാൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, കുട്ടികൾ, ചെറുപ്പക്കാർ IQ ഭയങ്കര കൂടുതലാണ്. പഴയ തലമുറയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര IQ കൂടുതലാണ്. പക്ഷേ ഈ IQ കൂടിയ കുട്ടികളെ നേർവഴിക്ക് നയിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അപ്പോൾ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെഡഗോഗിക്കൽ എക്സസൈസ് മുഴുവൻ ചേഞ്ച് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ലേണിംഗ് ആണ് ഇവിടെ ആവശ്യം. അപ്പോൾ അവർക്ക് ഫൺ, ലേൺ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇതെല്ലാം സാധ്യമാണ്. വെറും തിയറിറ്റിക്കൽ അപ്രോച്ചുമായി മുന്നോട്ട് പോയാൽ എല്ലാ സ്ഥാപനങ്ങളും കുറച്ച് കാലം കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം അത് ഓൺലൈനിൽ പഠിക്കാവുന്നേ ഉള്ളൂ. എന്തിനാണ് കോളേജുകളിൽ വരുന്നത്? പണ്ട് നമുക്കറിയാം, പണ്ട് പൂർവികരുടെ കാലത്ത് ഗുരു ശിഷ്യബന്ധം, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അവിടെ ഗുരു പറഞ്ഞു കൊടുക്കുന്നത് ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഗുരുവും ശിഷ്യനുമായിട്ടുള്ളൊരു കണക്റ്റ് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഗുരു അതിനനുസരിച്ച് മാറി ഈ ചേഞ്ച്ഡ് സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്തൊരു ഗുരുവാണെങ്കിൽ ഈ വിദ്യാർത്ഥിയെ മാറ്റാൻ കഴിയും. അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ കഴിയും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ 50 മിനിറ്റോ 1 മണിക്കൂറുള്ള ക്ലാസ്സിൽ 20-30 മിനിറ്റ് തിയറി കഴിഞ്ഞാൽ ബാക്കി ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇവർ ടോട്ടലി ചേഞ്ച് ആവും. അങ്ങനെ സ്ലോലി ആ പ്രോസസ്സ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ അത് ഓരോ കോഴ്സിനും പ്രോഗ്രാമിനും അനുസരിച്ച് മാറണം. എല്ലാം യുണീക്കായിട്ട് എല്ലാം ഒരേപോലെ ചെയ്യാനും കഴിയില്ല. അത് റിസർച്ച് ഓറിയൻറ്റഡ് ആയൊരു സബ്ജക്റ്റാണ്. ആ റിസർച്ച് നടത്തി അതിൽ മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമുകൾ ലൈവാക്കി മാറ്റി, കളി സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റ് ക്രിയേറ്റിവിറ്റി ചെയ്തുകൊണ്ട്, ബ്രേക്ക് ഏരിയ ഉപയോഗിച്ചുകൊണ്ട്, മറ്റു തലത്തിലുള്ള മറ്റ് പരിപാടികൾ നടത്തിക്കൊണ്ട് ഒരു വലിയ ചേഞ്ച് സമൂഹത്തിൽ കൊണ്ടുവന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ അവരെ പുറത്തിറക്കിയാൽ ഭാവിയിലെ പൗരന്മാർ ഏറ്റവും നല്ലവരായിത്തീരും. അല്ലെങ്കിൽ ഈ ഡിസ്കണക്റ്റും ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മയും ഒക്കെ ഉണ്ടാകും. അത് ഫാമിലി ലൈഫിലും പൂർണ്ണമായിട്ടും സോഷ്യൽ ഇക്വിലിബ്രിയം എല്ലാം തന്നെ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറ്റം വരേണ്ട കാലം ആയി. അതിപ്പോൾ തുടങ്ങിയാൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതെല്ലാ ചിന്തകരും ഇതിനെക്കുറിച്ച് ആലോചിക്കണം. എഡ്യൂക്കേഷണൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം. സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെക്കുറിച്ച് ആലോചിക്കണം. തലമുതിർന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ ആലോചിക്കണം. പൊളിറ്റീഷ്യൻസ് ഇതിനെക്കുറിച്ച് ആലോചിക്കണം. ബ്യൂറോക്രസിയിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. ഇവരെല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് പുതിയതായിട്ട് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് നൽകി അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഈ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. തീർച്ചയായും നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇനിയും തുടരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പക്ഷെ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങൊരു ബിസിനസ്മാൻ എന്നതിനൊക്കെ ഉപരിയായിട്ട് ഒരു വിഷണറി ആണെന്നും ഒരു സോഷ്യൽ റിഫോമർ ആണെന്നും എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഇന്നത്തെ സമൂഹം, എസ്പെഷ്യലി യുവാക്കൾ നേരിടുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് പോലെയുള്ള റിലേഷൻഷിപ്പ് പോലുള്ള വിഷയങ്ങൾ ചിന്തിക്കുകയും അത് അഡ്രസ്സ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. ഇപ്പോൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓട്ടോണമസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഓട്ടോണമസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന കോൺസെപ്റ്റിൽ വന്നു കഴിയുമ്പോൾ
ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കാനായിട്ട് അങ്ങയുടെ മനസ്സിലുള്ള വലിയ വിഷൻ എന്താണ്? ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് മാത്രം പരിപൂർണമായിട്ടെല്ലാം ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവിടെ യൂണിവേഴ്സിറ്റി നിയന്ത്രണമുണ്ട്, സിലബസുകളിൽ അവർക്ക് നിയന്ത്രിക്കാം. ഹാർഡ്ലി 30% നമുക്ക് മാറ്റം വരുത്താൻ കഴിയൂ. പക്ഷെ നമുക്ക് അഡീഷണൽ ആയിട്ട് പല പ്രോഗ്രാംസും കൊണ്ടുവരാൻ കഴിയും. അത് ഇത്തരത്തിലുള്ള മൾട്ടി ഫെസറ്റഡ് പ്രോഗ്രാംസ്, മൾട്ടി കൾച്ചറൽ പ്രോഗ്രാംസ്, മൾട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളെ മാറ്റുവാനും അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാനും പറ്റും. അതല്ലാതെ ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നതിലപ്പുറം സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. പക്ഷേ അതിൽ ബാക്കി കിട്ടുന്ന ഈ ആഡ് ഓൺസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾസ്, അങ്ങനത്തെ പല 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 ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസിനെ നമ്മൾ പോസിറ്റീവായി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിപൂർണമായ ഓട്ടോണമി ഓട്ടോണമസ് കോളേജുകൾക്കില്ല. അത് യൂണിവേഴ്സിറ്റി ആയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്കുണ്ടാവും. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാൽ അതിൻ്റെ കീഴിലേക്ക് ഇതിനെ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഉണ്ടാവും. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓട്ടോണമിയുടെ പരിമിതികൾക്ക് നിന്നുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. ഔട്ട് ഓഫ് സിലബസും ഔട്ട് ഓഫ് വർക്കിംഗ് അവേഴ്സും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിലായിരിക്കും നമ്മുടെ സക്സസ്. അതായിരിക്കണം നമ്മുടെ ഒരു രീതി. എന്നാൽ മാത്രമേ നമുക്ക് പരിപൂർണമായിട്ട് ഇതിന് ഉത്തരം പറയാൻ കഴിയൂ. വലിയ വിഷൻ എത്രയും പെട്ടെന്ന് സാധ്യമാകാനായി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഈ ചർച്ച കണ്ടിന്യൂ ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ joining this podcast. Thank you, sir.